മികച്ച വിജയം നേടുമെന്നായിരുന്നു ആസിമിന്റെ ഉറപ്പ്. ഏതായാലും ആ ഉറപ്പ് ആസിം പാലിച്ചിട്ടുണ്ട്. 5 A+ഓടെ ആസിം ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. ഇപ്പോൾ ആസിം നമുക്കൊപ്പം ഉണ്ട്. ആസിമെ 5 A+ നേടിയല്ലേ, എങ്ങനെയുണ്ട്? സന്തോഷാണോ? പിന്നെ വളരെ സന്തോഷമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച അതിനൊക്കെ കൂടുതൽ മാർക്ക് വല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആയി പോയി. എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിൽ നിന്ന് ആസിം ഒരു പ്രധാനപ്പെട്ട കാര്യം, ആസിം 7ാം ക്ലാസ്സിൽ നിന്ന് നേരെ 10ാം ക്ലാസ്സിലേക്ക് വന്നതാണ്. ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മറികടന്ന് 7 നിന്ന് നേരെ 10ലേക്ക് എത്തിയതാണ് ആസിം. എങ്ങനെയാണ് ആസിമെ, ഏതൊക്കെ വിഷയത്തിനാണ് മാർക്ക് A+ കിട്ടിയിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു മാത്തമാറ്റിക്സിന് ആസിമിന് A+ കിട്ടിയിട്ടുണ്ട്. വലിയൊരു കാര്യം തന്നെയാണത്. അതെ, മാത്തമാറ്റിക്സ് A+, പിന്നെ ബയോളജി, പിന്നെ ഫസ്റ്റ് ലാംഗ്വേജ് A+ ആണ്. പിന്നെ നോക്കാൻ മറന്നുപോയി, സ്റ്റേറ്റ്മെന്റിന് മറന്നുപോയി. എങ്ങനെയാണ് ആസിമെ ഇപ്പോൾ നമ്മൾ അവിടത്തേക്ക് ചെല്ലുന്നു? നിങ്ങൾ ഒരുപക്ഷെ ആസിം വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലെ, ഇങ്ങനെയൊരു വളരെയധികം പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അതൊക്കെ മറികടന്നിട്ടാണ് ആസിം 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പോകുന്നത്. നല്ല വിജയം, മികച്ച വിജയം നേടി ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നത്. എങ്ങനെയായിരുന്നു ആസിം ആ ഒരു യാത്ര? ഞാൻ കഴിഞ്ഞിട്ട് നേരെ 10ാം ക്ലാസ്സിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ബേസിക്കൊന്നും കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു ഹെൽപ്പ് നല്ലോണം ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലോണം പഠിക്കാൻ പറ്റി. അതുകൊണ്ട് നല്ലൊരു വിജയം എനിക്ക് കരസ്ഥമാക്കാൻ പറ്റി.